രണ്ട് സ്പെഷ്യൽ ഡിഷുകളാണ് കാണിക്കാൻ പോണത്. ഒന്ന് സോസേജസ് കൊണ്ടുള്ള ഒരു കബാബ്. അത് കബാബ് എന്ന് വേണമെങ്കിലും അതിനെ വിളിക്കാം, അതല്ല മീറ്റ് ബോൾസ് എന്ന് വേണമെങ്കിലും പറയാം, എന്ത് പേര് വേണമെങ്കിലും ഇടാം. നമ്മളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുക്കിൻ്റെ ആണ്. അപ്പം ഇന്നോവേഷനൊക്കെ അതിനകത്ത് ഒരുപാട് നടന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ബ്രഞ്ച് ആയിരുന്നു. ആ സമയത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം പറഞ്ഞു എന്നാൽ ഇതൊന്ന് ഷൂട്ടും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. സോസേജസ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മിൻസ് മീറ്റ് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കബാബിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് മാഷ് പൊട്ടറ്റോസ് ആണ് കാണിക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ വീക്കെൻഡ് ആണ്, അതുകൊണ്ട് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, നമ്മളുടെ ഇന്നോവേറ്റീവ് കുക്കാണ് ഇത് കാണിച്ചു തരാൻ പോണേ. നമുക്ക് കാണാം അല്ലേ എങ്ങനെയാണ് ഈ കബാബും മാഷ് പൊട്ടറ്റോസും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇന്ന് വീണ്ടും ഇറ്റ്സ് എ വീക്കെൻഡ് ആൻഡ് ഞാൻ ഇന്നലെ തൊട്ട് വൈഫ് സപ്പോർട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. സോ വി ഡിഡ് എ ബേക്ക് ചിക്കൻ യെസ്റ്റർഡേ, ബട്ടർ ബേക്ക് ചിക്കൻ came out okay. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സോസേജ് കബാബാണ് കാണിക്കാൻ പോകുന്നത്. ബേസിക്കലി അതിനെ യൂസ് ചെയ്തിരിക്കുന്നത് ആസ് നെയിം സേസ് സോസേജ് ആണ്. ഇത് ചിക്കൻ സോസേജ് ആണ്. ഓക്കെ, സോ ഇത് ചിക്കൻ സോസേജ് യു ക്യാൻ യൂസ് വിച്ച് എവർ സോസേജ് യു ക്യാൻ യൂസ്, മിൻസ് ചിക്കൻ ഓർ ബീഫ് ഓർ വാട്ട് എവർ യു ലൈക്ക്. ഇതിപ്പം ഞാൻ I'll show you. I've kept one sausages like roughly chopped just to show you how we do this. We got a good manual chopper. We've got honey. I'll show you shortly. This is a natural honey. And then as you know, with the current situation, use of turmeric powder, coriander leaves, all that is advisable. So this is improvisation. I'm using a bit of turmeric powder also here. Some freshly crushed pepper, some fennel seeds, some fresh coriander leaves. Add to that a bit of vinegar. We don't have apple cider vinegar, so we're using normal vinegar for the time being. Okay, and then Italian brown onion chopped. It's exactly half Italian brown onion chopped. You can use regular onion also. A bit of capsicum. I'll show you how we're gonna use this in the preparation. And salt as per your liking. So let's start. I'll first show you how we are actually chopping that, and then probably I'll ask my wife because I'm not an expert there. So I'll ask my wife to do this. Okay, this is hot now, so we'll add a bit of olive oil. ഇത് കഴിഞ്ഞ് നമ്മൾ ഇത് ഫെനൽ സീഡ്സ് ആഡ് ചെയ്യാണ്. ഓക്കെ, അത് ലോ ഫ്ലെയിമിൽ ചെയ്യാറുള്ളൂ. And then ഗാർലിക്കിൻ്റെ കൂടെ ഞാൻ ഇഞ്ചിയും ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നൈസ്ലി ചോപ്ഡ്, സോ വി ക്യാൻ ഗെറ്റ് ദാറ്റ് നൈസ് സ്മെൽ. ഇത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ജസ്റ്റ് എ ബിറ്റ് ഓഫ് ടർമറിക് പൗഡർ. To this, നേരത്തെ കാണിച്ചിരുന്ന ബ്രൗൺ ഒണിയൻ ആൻഡ് couple of slices of capsicum. So അതിനെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് we are just now adding that into the pan. It has to turn brown, very brown. ഈ സമയത്ത് add pepper. We add pepper on the higher side. Okay, ഞാനിപ്പം low ഫ്ലെയിമിലേക്ക് മാറ്റി. Since this onion has actually turned golden brown, translucent ആയി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ വാട്ടർ കണ്ടന്റ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. And you can really get that caramelized onion smell and pepper into your nostrils. അപ്പോൾ ഈ സമയത്ത് now our actual ingredient, നമ്മുടെ sausages finally ചോപ്പ് ചെയ്തിട്ടുള്ളത്, ഓൾമോസ്റ്റ് ലൈക്ക് മിൻസ്ഡ് sausages. സോസേജിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രഷ് മീറ്റ് വേണമെന്നുണ്ടെങ്കിലും you can do it like this. ഓക്കെ, അതിപ്പോൾ നമുക്ക് ആഡ് ഇറ്റ്. അത് ഒരുമിച്ച് ആഡ് ചെയ്യാതെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഇതൊരു 3-4 minutes ആയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാണ്. and you can see that it's slightly browning up now, the sausages. This is the time നമ്മൾ we're gonna add bread crumbs. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബ്രെഡ് ക്രംസ് ആണ്, യൂസിങ് നോർമൽ ബ്രെഡ് ചെയ്തതാണ്. സോ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം.
ഇതിൻ്റെ കൂടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു മുട്ടയും കൂടെ just to get that stickiness. And then I'm mixing this well. And this is on low flame. And flame off ചെയ്യാണ് now. ഇത് ഇപ്പം പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇറ്റ്സ് ബിക്കം ലൈറ്റ് വാം. ആ സമയത്ത് ജസ്റ്റ് എ ഡാഷ് ഓഫ് വിനിഗർ, ആപ്പിൾ സൈഡർ വിനിഗർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിൻ്റെ കൂടെ ആഡ് 2 ടീസ്പൂൺസ് ഓഫ് ഹണി. ഇതിപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഹണിയാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ഹണി കിട്ടുകയാണെങ്കിൽ അതായാലും മതി. ആൻഡ് ദെൻ ഫൈനലി യുവർ കൊറിയാൻഡർ ലീവ്സ്. ഇത് ഇതൊരു നന്നായിട്ടൊന്ന് നൈസ്ലി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആക്ച്വലി ഇതൊന്നും ആഡ് ചെയ്യാതെ ഇപ്പം വാട്ട് എവർ യു സോ ഏർലിയർ യു ക്യാൻ യൂസ് ദാറ്റ് along with chapatis and toasted breads and stuff as sandwich and all that stuff. Either right now we are getting into kebab mode. അപ്പം ഇനി കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇനി കാണിക്കുന്നത്. Now ഇതിനെ നമുക്ക് ഒരു either like a meatball or a kebab roll, let's roll it up. So that's what I'm going to show you next. അതിന് see actually I'm not an expert rolling, but I can actually show you a meatball kind of roll, how we do it. ഞാൻ ഒരു ഫിസ്റ്റ് ഫുൾ ആയിട്ടുള്ള ഈ മിക്സ്ചർ എടുക്കുകയാണ്. ആൻഡ് ദെൻ ഐ എം റോളിങ് ഇറ്റ് ഔട്ട്. സോ ഇതിൽ ഓൾറെഡി ബിറ്റ് ഓഫ് എഗ് ആൻഡ് ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് നൈസ്ലി സ്റ്റിക്കിംഗ് ടുഗെദർ. സോ ആൻഡ് ദെൻ സ്ലോലി റോൾ ഇറ്റ് ഓവർ ഇൻ ദ എഗ് ഹിയർ, ദ വിസ്ക്ഡ് എഗ്. We rolled all that sausage preparation into balls, just like meatballs, as you see here. You can call it kebabs, sausage kebabs, or meatballs, or whatever. Basically, either you can actually shallow fry ചെയ്യാം, even oven la vechittu bake ചെയ്യാം, because already everything is cooked and prepared. It's just a matter of getting it right and browned. പിന്നെ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഡീപ് ഫ്രൈ ചെയ്യുന്നതാണ്. സോ നൗ ഓയിൽ ഹീറ്റ് ആയിട്ടുണ്ട്. ഇറ്റ്സ് അയൺ കടായി, നല്ല ഹീറ്റായി കാണും. സോ നൗ ഐ എം മൂവിങ് ഇറ്റ് ഇൻ ടു മീഡിയം ഫ്ലെയിം. എന്നിട്ട് ഐ എം ഗോയിങ് ടു പ്ലേസ് കപ്പിൾ ഓഫ് മീറ്റ് ബോൾസ് റൈറ്റ് നൗ. ബി കെയർഫുൾ, അടിവശം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴേ റോൾ ഇറ്റ് ഔട്ട്. ഓക്കെ, ദിസ് ഇസ് ഡൺ. We had that sausage kebabs ready. ഇപ്പോൾ നമുക്ക് ഈ മാഷ് പൊട്ടറ്റോസ് എങ്ങനെയാണെന്നുള്ളത്, ക്രീമി മാഷ് പൊട്ടറ്റോസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ആദ്യം വിത്ത് ദ സ്കിൻ പ്രഷർ കുക്കറിലിട്ടിട്ട് കപ്പിൾ ഓഫ് വിസിൽസ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. യു ഹാവ് ടു കീപ്പ് ഇറ്റ് വിത്തിൻ ദ സ്കിൻ, ഓക്കെ, ടു ഗെറ്റ് ഇറ്റ് ബോയിൽ. എന്നിട്ട് ആ സ്കിന്നെ പീൽ ചെയ്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മാനുവലി മാഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഇപ്പോൾ റഫ്ലി മാഷ് ആയിട്ടുണ്ട്. And now ഇതിൻ്റെ കൂടെ let's add some warm milk. Warm milk തന്നെ വേണം. And full cream would give you that creamy texture. അത് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നു ഇങ്ങനെ. ഇപ്പം 3 ലാർജ് പൊട്ടറ്റോസ് ആണ്, മീഡിയം ടു ലാർജ് സൈസ് പൊട്ടറ്റോസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ആദ്യം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വിസ്ക് ചെയ്യാം. വിസ്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലിറ്റിൽ ബൈ ലിറ്റിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. യു ഡോണ്ട് ആഡ് ബട്ടർ ഓൾ ടുഗെദർ അറ്റ് വൺസ് ബിക്കോസ് ദാറ്റ് വിൽ നോട്ട് ബ്ലെൻഡ് വെൽ. ഈ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ ജസ്റ്റ് ആഡ് ബിറ്റ് ബൈ ബിറ്റ് ഓഫ് ബട്ടർ. പ്രോപ്പർ ആയിട്ടുള്ളൊരു ക്രീമി ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് സ്ലൈറ്റ്ലി വാം ബട്ടർ, നോട്ട് റിയലി മെൽറ്റിംഗ് ബട്ടർ. ഇത് റെഡി ആയിട്ടുണ്ട്. I'll just show you the consistency. If you see now, it's really whisked and aerated well. If you run your spoon or spatula into this creamy mashed potatoes, our swirl form team. So if you take it and drop it, it should have this creamy, sticky texture, just feels like butter. So it's ready now. Add a dash of pepper, freshly crushed pepper, and you're ready to go. അപ്പം നമുക്ക് ആദ്യമേ ഉണ്ടാക്കിയ കബാബ്സും അതുപോലെ മാഷ് പൊട്ടറ്റോസ്, ക്രീമി മാഷ് പൊട്ടറ്റോസ്, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് രഞ്ജു ഹാസ് മെയ്ഡ് ദിസ് വൈറ്റ് സോസ്. നോർമലി
we use stroganoff, but ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് we made a quick and easy white sauce. അത് പിന്നെ ഒരു വീഡിയോയിൽ രഞ്ജു കാണിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോ അത് വെച്ചിട്ട് we did the plating. Hope this is something to your liking. It's going to be awesome. It's going to be mouth-watering and tasty. We skipped the breakfast and lunch. We're going to have a good brunch today. അതുപോലെ Korean Spices Renju Zone. It is there in YouTube as an online channel. അതുപോലെ Korean Spices RenjuZone.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, which is slightly changed and uplifted to your liking and ease of use. And you can also follow Korean Spices on Instagram and Pinterest. So we are there across almost every other social media. Facebook lo under, there's a Facebook page. Make sure that you go to the Facebook page and like that page to boost Renju's confidence and happiness and keep us going. So thanks everyone for watching this brunch family show.